CPI 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ ആവേശോജ്വല തുടക്കം. ആയിരങ്ങൾ അണിനിരുന്ന പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമായത്. നാളെ പതാക ഉയർത്തലും പ്രതിനിധി സമ്മേളനവും ആരംഭിക്കും. 25-നാണ് പാർട്ടി കോൺഗ്രസ് സമാപിക്കുക. ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്ന മൊഹാലിയിൽ നിന്ന് ആരംഭിച്ച ആവേശകരമായ റാലിയും പൊതുസമ്മേളനത്തോടെയുമാണ് CPI 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കം കുറിച്ചത്. പൊതുസമ്മേളന വേദിയിലേക്ക് ദീപശിഖ പ്രയാണവും പതാക ജാഥയും എത്തിയപ്പോൾ ആവേശം അണപൊട്ടി. പാർട്ടി ജനറൽ സെക്രട്ടറി D. രാജ ദീപശിഖയും പതാകയും ഏറ്റുവാങ്ങി. ഫാസിസം പിടിമുറുക്കുന്ന കാലഘട്ടത്തിൽ ഇടതു പാർട്ടികൾ കൂടുതൽ ശക്തിപ്പെടണമെന്ന് D. രാജ ചൂണ്ടിക്കാട്ടി. If at all we have to save the constitution, if at all we have to save the nation, if at all we have to save democracy, we will have to throw out BJP, RSS from power. क्या देश बचाओ, BJP हटाओ. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. നാളെ രാവിലെ 10 മണിക്ക് പതാക ഉയരും. പിന്നാലെ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം. ഇടതു പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ റിപ്പോർട്ട് അവതരണവും ചർച്ചയും നടക്കും. സമ്മേളനം അവസാനിക്കുന്ന 25-ന് എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പുകളും ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പും നടക്കും. ആവേശം നിറച്ചുകൊണ്ട് തന്നെയാണ് CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കമായത്. ചണ്ഡീഗഡിൽ നിന്നും ക്യാമറാമാൻ കിരൺ രാജിനൊപ്പം വിഷ്ണു തലവൂർ.